അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഹെയർ കെയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടീഷണർ നമ്മൾ എല്ലാവരും പറയണത് എന്താ, സ്ത്രീകൾക്കാണ് കുറച്ച് ലെങ്ത് ഹെയർ ഉള്ളത്, നമ്മുടെ സൗന്ദര്യ ലക്ഷണം അതാണെന്നാണ്, നല്ല നീളമുള്ള മുടി. അപ്പോൾ അത് ഡീടാങ്കിൾ ആവാതിരിക്കാനും നല്ല സിൽക്കി സോഫ്റ്റ് ഷൈനി ആയിട്ട് കിടക്കാനും ഒക്കെ കണ്ടീഷണർ ഭയങ്കര അത്യാവശ്യമാണ്. സോ അത് ഗേൾസിന് മാത്രമല്ല വേണ്ടത്, ബോയ്സിനും വേണം. അവരുടെ ഹെയറും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും ഹെൽത്തി ഷൈനി ആയിട്ടിരിക്കാനും അവർക്കും കണ്ടീഷനിങ് അത്യാവശ്യമാണ്. സാധാരണ എനിക്ക് തോന്നുന്നു ബോയ്സ് ഓടിപ്പോയി ഷവറിൻ്റെ അടിയിൽ നിന്നിട്ട് ജസ്റ്റ് ചിലരെ എനിക്ക് തോന്നുന്നു സോപ്പ് തന്നെ എടുത്ത് മുടി വാഷ് ചെയ്തിട്ട് ഓടും സമയമാകുമ്പോൾ ഓഫീസിലേക്കും കോളേജിലേക്കും ഒക്കെ. അങ്ങനെ ചെയ്യരുത്. നല്ല ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു തന്നെ എപ്പോഴും യൂസ് ചെയ്യുക. ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് ഉള്ള നമ്മൾ വാങ്ങുമ്പോൾ ബോട്ടിലിൻ്റെ പുറകിൽ വായിച്ച് നോക്കുക ദയവ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. എന്നിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും നമുക്ക് ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കണ്ടന്റ് മതി, എന്തൊക്കെ കണ്ടന്റ് ഹാർംഫുള്ളാണ് മുടിക്ക് എന്നൊക്കെ നമ്മൾ നോക്കി. ജസ്റ്റ് എല്ലാവരും ഓൺലൈനിൽ ഇരിക്കുന്നവരാണ് ഒരുപാട് സമയം. സോ ഒന്ന് നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു വാങ്ങുക. അത് ഷാമ്പു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മസ്റ്റായിട്ട് ബോയ്സ് കണ്ടീഷണർ എടുത്തിരിക്കണം, അല്ലെങ്കിൽ മുടി പോവും ഉറപ്പാണ്. കാരണം നമ്മൾ ഷാമ്പു ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് പൊട്ടും ഉറപ്പാണ്. സോ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുക. അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞു തരാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും 4 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലും. ഈസിയാണ്. അലോവേര ജെൽ നല്ല എനിക്ക് തോന്നുന്നു നല്ല ബ്രാൻഡ് വാങ്ങാൻ കിട്ടും. അലോവേര ജെല്ല് നമുക്ക് തന്നെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ജ്യൂസ് എടുക്കുക. 4 ടേബിൾ സ്പൂൺ എടുക്കുക ജെല്ല്. ദെൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് എടുക്കുക. ഒരു ബൗളിൽ മിക്സ് ചെയ്യുക. ഷാമ്പു ചെയ്ത് കഴിഞ്ഞ് 5 മിനിറ്റ് ഇത് മുടിയിൽ തേച്ച് പിടിപ്പിച്ച് അവിടെ നിൽക്കാൻ മടിയാണെങ്കിൽ ഇത് ആദ്യം ഷാമ്പു ചെയ്യുക, എന്നിട്ട് ഈ കണ്ടീഷണർ യൂസ് ചെയ്യുക, എന്നിട്ട് പുറമൊക്കെ തേച്ച് കുളിക്കുക. അപ്പോഴത്തേനും 5 മിനിറ്റ് ആവും. ഓക്കെ, വെറുതെ നിൽക്കണ്ടല്ലോ. എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് അത്രയും നല്ലത്. അതല്ലെങ്കിൽ കുളിക്കുന്ന നല്ല പച്ചവെള്ളത്തിലായാലും മതി, തണുത്ത വെള്ളത്തിലും വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് മുടി നന്നായിട്ടൊന്ന് വളരെ സോഫ്റ്റായിട്ട് തോർത്തിയെടുക്കുക. സോ ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കും, സിൽക്കി ഷൈനി ആയിട്ടിരിക്കും, മുടി പൊട്ടിപ്പോകത്തില്ല, നല്ലതായിട്ട് കെയർ കിട്ടും. ബിക്കോസ് അലോവേര ജെല്ലായതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അറിയാലോ, വൈറ്റമിൻ ഇയുടെ കേന്ദ്രമാണ് അലോവേര ജെല്ല്. സോ അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ടിരിക്കും. സോ ട്രൈ ചെയ്ത് നോക്കുക. ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ടാറ്റാ.